വി എസ് അച്യുതാനന്ദനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആരോപണത്തെ പരോക്ഷമായി പരാമർശിച്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. വിവാദങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങളാണ് വീണ്ടും ഉയർത്തുന്നത്. വി എസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞവസാനിപ്പിച്ച വിവാദങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. വി എസ് ജീവിച്ചിരിപ്പിലെന്ന ധൈര്യത്തിൽ ആക്രമിക്കുകയാണ്. വി എസ് ഉയർത്തിപ്പിടിച്ച തെളിമയാർന്ന രാഷ്ട്രീയം വരും കാലവും പാർട്ടിയെ നയിക്കുമെന്നും സ്വരാജ് പറഞ്ഞു. ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ വി എസ് എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് വി എസിനോടുള്ള അനാദരവാണ്. അത് ഈ നാട് അംഗീകരിക്കുന്നതുമല്ല. ഷൈജു ചേർന്നുണ്ട്. ഷൈജു, വി എസ് അന്തരിച്ചതിന് ശേഷമുള്ള സ്വരാജിന് ആദ്യത്തെ പ്രതികരണമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിൽ. എന്താണ് ഇപ്പോൾ സ്വരാജ് പറയുന്നത്? വിവാദം തണുപ്പിക്കാനുള്ള നീക്കമാണോ? ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം പലതരത്തിൽ സംസ്ഥാനത്ത് വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് M. സ്വരാജ് ആലപ്പുഴയിൽ വി എസ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ പരോക്ഷ പരാമർശവുമായും അത് മാധ്യമങ്ങളെ പഴിചാരുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ആരോഗ്യവാനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞവസാനിപ്പിച്ച വിവാദത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വീണ്ടും അതെടുത്തുയർത്തുകയാണ്. അത് വി എസ് അച്യുതാനന്ദനോട് കാണിക്കുന്ന അനാദരവും ആക്രമണവുമാണ്. അതുകൊണ്ട് വി എസ് ജീവിച്ചിരിപ്പില്ല എന്ന ധൈര്യത്തിൽ ആണ് മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തനിക്കെതിരെയുള്ള ആരോപണത്തെ അടക്കം അദ്ദേഹം പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ആദ്യമായി M. സ്വരാജ് രംഗത്ത് വന്നത്. മാധ്യമങ്ങളെ പഴിചാരുകയും ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം മാധ്യമങ്ങളുടെ മേൽ കെട്ടിവെക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞത്. ശരി, ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.